ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല. അത് ശരിക്കും പറ്റും. നമ്മൾ അത് വിചാരിക്കാത്തതുകൊണ്ടാണ്. ഉം. അതായത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആ വർക്ക് ചെയ്യുന്നില്ല. ആഗ്രഹിച്ചിട്ട് മാത്രം എന്ന് വെച്ചാൽ അത് നമ്മൾ വിചാരിച്ച് പോകാൻ പറ്റും. ചിലർ അയ്യോ കാശില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും നമ്മുടെ കയ്യിൽ പൈസ വരികയൊക്കെ ചെയ്യും. പക്ഷെ ഫസ്റ്റ് അതിനു വേണ്ടി ഒന്ന് മെനക്കെട്ട് ഇറങ്ങണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമുക്ക് യാത്ര പോകാൻ പറ്റും തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളതും. അത് എത്ര പൈസ ഇല്ലാത്ത ആളായാലും ഇന്നത്തെ കാലത്ത് അധികം പൈസ ഒന്നും വേണ്ട യാത്ര ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ കൂട്ടി വെച്ചാണെങ്കിലും ഒരു വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി യാത്ര ഇപ്പം പറഞ്ഞില്ലേ, ഒരുപാട് പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഞാനൊക്കെ ഈ യാത്രകൾ തുടങ്ങി തന്നെ ഫസ്റ്റ് തന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പല്ല പോകണേ. കേരളത്തിലെ ലോക്കൽ സ്ഥലങ്ങൾ, എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങൾ ആദ്യം കാണുന്നു. ഇപ്പം എൻ്റെ വീഡിയോ സീരീസ് ആദ്യം വർഷങ്ങളായിട്ട് കാണുന്നവർക്ക് ആ ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലോക്കൽ സ്ഥലങ്ങളാണ് ആദ്യം വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജില്ല വിട്ടു പോകുന്നു, പിന്നെ സംസ്ഥാനം വിട്ടു പോകുന്നു, അതിനുശേഷം ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ മാക്സിമം കണ്ട് അതിനുശേഷം പിന്നെ ഇൻ്റർനാഷണൽ, അങ്ങനെ പയ്യെ സ്റ്റെപ്പാണ്. ഇപ്പം എൻ്റെ ഈ പ്രോസസ്സ് തന്നെ ഏതാണ്ട് 8-7 വർഷത്തോളം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും രാജ്യങ്ങൾ തന്നെ പോകുന്നത്. ഒറ്റയടിക്ക് പോകണമല്ല, നമ്മൾ ആദ്യമേ പയ്യെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ ഫിനാൻഷ്യലും അതുപോലെ മാനേജ് ചെയ്യണമല്ലോ. അതായത് നമ്മൾ യാത്ര പോവാണ്. എന്നിപ്പോ എൻ്റെ കേസിലൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒരു 10,000 രൂപ ഉള്ളെങ്കിൽ ഞാൻ 5,000 രൂപക്ക് ബഡ്ജറ്റ് വരുന്ന ട്രിപ്പ് പോകും. 10,000 രൂപ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ പോകാൻ പറ്റും? അയ്യോ അത് ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ഡൽഹി വരെ പോകാമല്ലോ. പിന്നെ ബഡ്ജറ്റ് ഒക്കെ സൗകര്യങ്ങൾ കുറവായിരിക്കും, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രെയിൻ എടുക്കുക, പോവുക. 10,000 രൂപ ഡൽഹിയും രാജസ്ഥാൻ അങ്ങനെ വേണമെങ്കിൽ അതൊക്കെ പോയിട്ട് വരാം. പക്ഷെ സൗകര്യങ്ങൾ ഇത്ര ഉണ്ടാവില്ല. ഹോസ്റ്റലുകൾ കിട്ടും ദിവസം ഡെയിലി പേ ചെയ്ത് 250 രൂപ 300 രൂപ അല്ലെങ്കിൽ മാക്സിമം 500, അതിനുള്ള ഹോസ്റ്റലുണ്ട്. ഇനി അതല്ലെങ്കിൽ ഈ കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഹോസ്റ്റലുകളുണ്ടാവും, ആളുകളുടെ വീട്ടിൽ പോയി താമസിക്കാം, ഫ്രീ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട. അങ്ങനെയൊക്കെ പറ്റുമോ? അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇന്റർനെറ്റിന്റെ സാധ്യതകളും ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. ഇതിനു വേണ്ടി മെനക്കിടണമെന്നാണ് നേരത്തെ പറഞ്ഞ. ഇതിനുവേണ്ടി അന്വേഷിക്കില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല, കാശില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ നടക്കില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പിടിച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരില്ലേ,